2024 एनडीए या इंडिया किसकी सरकार बनेगी, इसकी चर्चा और 543 सीटों पे चुनाव। लोकसभा की 543 सीटें, टोटल 543 सीटों में से एनडीए को 215 से 245 सीटें, इंडिया को 260 से 290 सीटें और अदर्स के खाते में 28 से 48 सीटें आती हुई दिखाई दे रही हैं। ഗുഡ് മോർണിംഗ്. എക്സിറ്റ് പോളിന്റെ ഫലങ്ങളൊക്കെ വന്നു. അപ്പൊ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കാം. നമ്മൾ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ യാതൊരു അത്ഭുതങ്ങളുമില്ല. നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന പ്രവചനം തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. മിക്കവാറും എല്ലാവരും തന്നെ 350 കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം എക്സിറ്റ് പോളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. പക്ഷെ അതിനു മുൻപായി വേറൊരു വാർത്ത എനിക്ക് പറയാനുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ഒരു എക്സിറ്റ് പോളും ഇന്നലെ ഉണ്ടായി. വലിയ റീച്ചും വിസിബിലിറ്റി ഒന്നും ചാനലുകളിൽ ആ സർവേക്ക് കിട്ടിയില്ല. ഇന്ത്യ മുന്നണിക്ക് അട്ടിമറി വിജയം പ്രവചിച്ചത് DB ന്യൂസ് സർവേ ആണ്. ദേശബന്ധു ദിനപത്രത്തിന്റെ ഒരു ചാനലാണ് ഈ DB ലൈവ്. ദേശബന്ധു വളരെ പഴയൊരു ദിനപത്രമാണ്. DB ന്യൂസ് പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി 260-നും 290-നും ഇടയ്ക്ക് സീറ്റാണ്. NDA 215, 245, മറ്റുള്ളവർ 28, 48 എന്നാണ്. ഈശ്വര ഭഗവാനെ കാത്തോളണേ, ഇത് ശരിയായിരിക്കണേന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവവിശ്വാസത്തിന്റെ നിങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഞാൻ എന്നാലും പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം കൂടെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് അവരുടെ സർവേ കാണാം. ഓരോ സംസ്ഥാനത്തും അവർ പ്രവചിക്കുന്ന സീറ്റുകൾ ഈ സർവേ വിശ്വസിക്കാൻ തോന്നാനുള്ള ഒരു കാരണം അതാണ്. എന്താന്ന് വെച്ചാല് കേരളത്തിന്റെ സർവേ നിങ്ങൾ പലരും പ്രവചിച്ച് കണ്ടു കാണും. കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ലെന്ന് പ്രവചിച്ച ഒരു സർവേ ആണിത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ സർവേ വിശ്വസിക്കുന്നത്. പല എക്സിറ്റ് പോളുകളും വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ BJPക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ കേരളത്തിൽ പ്രവചിച്ചിരുന്നു. അങ്ങനത്തെ വരുന്ന എക്സിറ്റ് പോളുകളൊക്കെ നമ്മൾ കേരളീയരെങ്കിലും അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് വിശ്വസിക്കുക? പക്ഷെ ഈ DB ന്യൂസ് 0P ആകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. K. സുരേന്ദ്രൻ പോലും കാണാത്ത സ്വപ്നമാണ് എക്സിറ്റ് പോളുകളിൽ പല മോദിയുടെ ചാനലുകളും ഗോദി മീഡിയയും കാണുന്നത്. ഇന്നലെ മാതൃഭൂമി ന്യൂസിലെ ബാലഗോപാൽ B ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ അതിൽ എഴുതിയിരുന്നത് ആക്സിസ് മൈ ഇന്ത്യ തലവനുണ്ട് പ്രദീപ് ഗുപ്ത. അപ്പൊ അദ്ദേഹം കേരളത്തില് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ BJPക്ക് മുൻതൂക്കം പ്രവചിച്ചിരിക്കുകയാണ്. അതൊന്നും കൂടാതെ തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് വിജയസാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അല്ല, ആറ്റിങ്ങലാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നും ഈ ആക്സിസ് മൈ ഇന്ത്യ തലവൻ പ്രദീപ് ഗുപ്ത പ്രവചിച്ചു. അപ്പൊ ഈ അനിൽ ആന്റണി ഒക്കെ ജയിക്കുന്ന സർവേ ഒക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ കേരളീയരായി പോയില്ലേ. DB ന്യൂസ് പ്രവചിക്കുന്നത് കേരളം BJP 0-0 ആണ്. UDF 16-18 ആണ്. LDFന് ഒരു 2-3 സീറ്റാണ് പ്രവചിക്കുന്നത്. എനിക്കിത് ശരിയാണെന്ന് തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്റെ പ്രേക്ഷകരുടെ രാഷ്ട്രീയ ബോധത്തെ കുറിച്ച് എനിക്ക് വലിയ റെസ്പെക്റ്റും ബഹുമാനവും അഭിമാനവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോളില് ഒരു പോൾ ഇട്ടിരുന്നു. ആരാണ് കേരളത്തിൽ ജയിക്കുക, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. ആര് ജയിക്കുന്നല്ല ചോദിച്ചത്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ കിട്ടിയത്, എന്റെ സബ്സ്ക്രൈബേഴ്സ് വോട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇത് തന്നെയാണ്. UDFന് 16-17 സീറ്റ്, LDFന് 3-4 സീറ്റ്, BJP 0 എന്നതാണ്. അതിനോട് മാച്ച് ചെയ്യുന്നതാണ് ഈ DB ന്യൂസ് എന്നതുകൊണ്ടാണ് ഞാനിത് വിശ്വസിക്കുന്നത്. ആ റിസൾട്ട് തന്നെ വേറൊരാൾ പറയുമ്പോൾ നമുക്ക് ഇതിനോട് ഒരു ഇഷ്ടക്കൂടുതൽ കുറച്ച് തോന്നാലോ. നിങ്ങൾക്കും തോന്നാം, നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടാണ് ആ റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു റിസൾട്ട് ആയിട്ട് തോന്നി. ഈ DB ന്യൂസിന്റെ തമിഴ്നാടിന്റെ ഫലം ഒന്ന് നോക്കൂ. തമിഴ്നാട്ടിലെ NDA 0 മുതൽ 1 വരെ തോക്കാം, കിട്ടാതിരിക്കാം, 0P ആകാം. ഇന്ത്യ സഖ്യം 37-39, AIADMK 0-1. എനിക്കിത് വിശ്വസനീയമാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് വിശ്വസനീയമാണോ? നിങ്ങൾ കമന്റ് ഇടണേ. 2019 സീറ്റ് നില എത്രയായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. വെറുതെ ഒന്ന് പറയാം. BJP 303, കോൺഗ്രസ് 52, DMK 23, YSR കോൺഗ്രസ് 22, TMC തൃണമൂൽ കോൺഗ്രസ് 22, ശിവസേന 18 എന്നായിരുന്നു. ബാക്കി ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് DB ന്യൂസിന്റെ പ്രവചനം എന്ന് നോക്കാം. നമുക്കത് വിശ്വസനീയമാണോ? എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടുമെന്ന് DB ന്യൂസ് പ്രവചിച്ചത് എന്ന് നമുക്കും അറിയണമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇത് എഴുതണം. എന്നിട്ട് ഏത് സംസ്ഥാനത്തിന്റെയാണ് നിങ്ങൾക്ക് വിശ്വസനീയമായി തോന്നുന്നത്, ഏതാണ് വിശ്വസനീയമായി തോന്നാത്തത് എന്ന് കമന്റ് കൂടി ഇട്ടാൽ നല്ല ചർച്ചയൊക്കെ നടക്കും.
ഉത്തർപ്രദേശിനെ കുറിച്ച് അവര് പറയുന്നത്, ഉത്തർപ്രദേശിന്റെ റിസൾട്ട് പറയുന്നത് NDAക്ക് 46 മുതൽ 48 വരെ സീറ്റാണ് പറയുന്നത്. ഇന്ത്യ സഖ്യം 32, 34, BSPക്ക് 0 സീറ്റാണ് പറയുന്നത്. ഡൽഹിയിലെ പ്രവചനം എന്ന് പറയുന്നത് NDAക്ക് 2 മുതൽ 4 സീറ്റ് വരെ, ഇന്ത്യ സഖ്യം 3 മുതൽ 5 സീറ്റ് വരെ, മറ്റുള്ളവർക്ക് 0 എന്നാണ് പറയുന്നത്. ബീഹാറിലെ റിസൾട്ട് പറയുന്നത് NDA 14, 16, ഇന്ത്യ സഖ്യം 24, 26, മറ്റുള്ളവർ 0 തന്നെയാണ് റിസൾട്ട്. മധ്യപ്രദേശ് NDA 24, 26, ഇന്ത്യ സഖ്യം 3, 5 ആണ് പറയുന്നത്, മറ്റുള്ളവർ 0. അപ്പൊ ഞാൻ ഈ മറ്റുള്ളവർ 0 അല്ലാത്ത മാത്രമേ ഇനി പറയുള്ളൂ കേട്ടോ. കർണാടകയിലെ പ്രവചനം NDA 8, 10, ഇന്ത്യ സഖ്യം 18, 20 ആണ്. മഹാരാഷ്ട്രയിലെ പ്രവചനം NDA 18, 20, ഇന്ത്യ സഖ്യം 28, 30. തെലുങ്കാന കോൺഗ്രസ് 10, 12, BRS 0 മുതൽ 2 വരെ, BJP 3 മുതൽ 5 വരെ. ആന്ധ്രാപ്രദേശ് YSRCP 15, 17, TDP 7 മുതൽ 9 വരെ, കോൺഗ്രസ് 0 മുതൽ 2 വരെ. ഗുജറാത്തിലെ റിസൾട്ട് NDA 23 മുതൽ 25 വരെ, ഇന്ത്യ സഖ്യം 1 മുതൽ 3 വരെ. രാജസ്ഥാനിൽ NDA 17, 19, ഇന്ത്യ സഖ്യം 6, 8, മറ്റുള്ളവർ 0. ആസാമിലേത് NDA 8, 10, 8നും 10നും ഇടയ്ക്ക്, ഇന്ത്യ സഖ്യം 3 മുതൽ 5 വരെ, മറ്റുള്ളവർക്ക് ഒരു 0 മുതൽ 2 വരെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ജാർഖണ്ഡിലെ റിസൾട്ട് NDA 6, 8, ഇന്ത്യ സഖ്യവും 6, 8, ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന സംസ്ഥാനമായി ജാർഖണ്ഡ് മാറിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ NDA 6, 8, ഇന്ത്യ സഖ്യം 3, 5. ഹരിയാനയിൽ NDA 2, 4, ഇന്ത്യ സഖ്യം 6, 8. ഉത്തരാഖണ്ഡ് NDA 3, 5, ഇന്ത്യ സഖ്യം 0, 2. പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് 26, 28, BJP 11, 13, കോൺഗ്രസ് 2, 4. ഒഡീഷയില് BJD 12, 14, BJP 6, 8, കോൺഗ്രസ് 0 മുതൽ 2 വരെ സീറ്റുകൾ. പഞ്ചാബില് ആം ആദ്മി പാർട്ടിക്ക് 6 മുതൽ 8 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം, കോൺഗ്രസിന് 5 മുതൽ 7 വരെ. ശിരോമണി അകാലിദളിന് സീറ്റൊന്നും കൊടുക്കുന്നില്ല, BJPക്ക് സീറ്റൊന്നുമില്ല. ജമ്മു കാശ്മീരിൽ NDA 0, 2, ഇന്ത്യ സഖ്യം 3, 5. ഹിമാചൽ പ്രദേശിലാണെങ്കിൽ NDA 1, 3, ഇന്ത്യ സഖ്യം 1, 4. ഗോവയിലേക്ക് വന്നാൽ NDAക്ക് 0 മുതൽ 2 വരെ സീറ്റുകൾ, ഇന്ത്യ സഖ്യത്തിന് 0 മുതൽ 2 വരെ സീറ്റുകൾ. ആരും ജയിക്കാം, ആരും തോൽക്കാം. ത്രിപുരയിൽ NDAക്ക് 0 മുതൽ 2, ഇന്ത്യ സഖ്യത്തിന് 0 മുതൽ 2. അതേ അവസ്ഥ തന്നെയാണ്, ആരും ജയിക്കാം, ആരും തോൽക്കാം. മേഘാലയയിലെ NDA 0, 0 ആകുന്ന അവസ്ഥയാണ്, ഇന്ത്യ സഖ്യത്തിന് 0 മുതൽ 2 വരെ സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. മണിപ്പൂരിലെ റിസൾട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്, NDA 0 മുതൽ 2 വരെ, ഇന്ത്യ സഖ്യവും 0 മുതൽ 2 വരെ, മറ്റുള്ളവർ 0, ആര് വേണമെങ്കിലും ജയിക്കാം. ഇതാണ് DB ന്യൂസിന്റെ സർവേ ഫലം. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയത് എല്ലാവരും നരേന്ദ്രമോദിക്ക് വേണ്ടി സർവേ നടത്താനുള്ള മത്സരമായിരുന്നല്ലോ. അപ്പൊ പാവപ്പെട്ട നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ സർവേ നടത്തണ്ടേ? അപ്പൊ 2 ദിവസം കൂടി സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി കിട്ടിയ ഒരു സർവേ ആണിത്. നന്ദി DB ന്യൂസ്, നന്ദി. ഇനി നമ്മൾ മറ്റ് എക്സിറ്റ് പോളുകളിലേക്ക് വരികയാണെങ്കിൽ, ആക്സിസ് മൈ ഇന്ത്യ, ടുഡേസ് ചാണക്യ, സി വോട്ടർ, CSDS തുടങ്ങിയ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ പല പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളുമായി ചേർന്ന് ഇഷ്ടംപോലെ സർവേകളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്നലെ വന്ന സർവേകൾക്ക് കയ്യും കണക്കുമില്ല. അതിലൊക്കെ കേരളത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് പലതും നമ്മളെ ചിരിപ്പിക്കുന്നത് തന്നെയാണ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഇനി 4 സീറ്റൊക്കെ ഇവിടെ BJP പിടിക്കാൻ പോവുകയാണോ, നമുക്ക് മനസ്സിലാവാത്താണോന്ന്. 24 ന്യൂസ് ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ഒരു സ്റ്റോറിയാക്കി അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിൽ 15 മുതൽ 19 വരെ സീറ്റുകൾ UDF വിജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ. LDF തകർന്നടിയുമെന്നും 0 സീറ്റ് വരെ നേടുമെന്നും പറയുന്ന സർവേകളും വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പക്ഷെ കേരളത്തിലെ BJP കുറഞ്ഞത് 1 സീറ്റെങ്കിലും നേടുമെന്ന തരത്തിലാണ് എല്ലാ സർവേകളും വന്നിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഭയങ്കര അത്ഭുതം. കേരളത്തിൽ BJP 1 സീറ്റ് നേടും, അക്കൗണ്ട് തുറക്കുമെന്നത് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു കഴിഞ്ഞു. മുൻകാലങ്ങളിലെ സർവേകളിലൊക്കെ BJP സീറ്റുകളുടെ പ്രവചനം എന്ന് പറയുന്നത് എപ്പോഴും താഴത്തെ നമ്പർ 0 ആയിരുന്നു. 0 മുതൽ 2 വരെ അല്ലെങ്കിൽ 0 മുതൽ 1 വരെ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ദേശീയ തലത്തിൽ നിന്ന് വരുന്ന എല്ലാ സർവേകളിലും BJPക്ക് 0 എന്ന് പറഞ്ഞൊരു നമ്പർ തന്നെ സർവേയിലൊന്നും കാണാനില്ല.
അത് മിനിമം ഒന്നെങ്കിലും ഇട്ടിട്ടുണ്ട്. ഇത്തവണ കേരളത്തിൽ താമര ഇങ്ങനെ പൊട്ടി വിരിഞ്ഞു നിൽക്കുമെന്ന് ദേശീയ ന്യൂസ് ഏജൻസികൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്നലെ വന്നത്. നിങ്ങൾ ചാനലുകളിൽ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. എബിപിയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് കിട്ടാനാണ് സാധ്യത. ഈ മൂന്നാമത്തെ സീറ്റ് ഏതാന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രന് പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFന് 17 മുതൽ 19 വരെ സീറ്റുകൾ കിട്ടുമെന്ന് സർവേ പ്രവചിക്കുമ്പോൾ LDFന് 0 സീറ്റാണ് ഇത്തവണ പ്രവചിക്കുന്നത്. LDFന് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സർവേ ഫലമാണ് ABP സി വോട്ടർ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ചാനലുകൾ പറയുന്നത്. എക്സിറ്റ് പോളുകൾ കണ്ടാൽ ഞെട്ടിത്തെറിക്കാത്തത് കൊണ്ട് ഇതിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LDF തകർന്നടിയും. സംസ്ഥാനം ഭരിക്കുന്ന മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റിൽ ഒതുങ്ങുമെന്ന വലിയ വാർത്ത ദേശീയ തലത്തിലൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ഇവര് വാരിക്കോരി വളരെ നിർലോഭമായി ഹൃദയവിശാലതയോടുകൂടി കൊടുത്തിട്ടുണ്ട്. UDFന് 17-19 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയേക്കാനൊക്കെ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയിട്ട് ഇവിടുന്ന് വിജയിച്ചവര് തന്നെയാണ്. ആലപ്പുഴ ഇത്തവണ ചിലപ്പോൾ KC വേണുഗോപാൽ ജയിക്കാനും സാധ്യതയുണ്ട്. LDF 0 മുതൽ 1 സീറ്റ് വരെ നേടുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പറയുന്നതെങ്കിൽ NDAക്ക് ഇതേ സർവേ പ്രവചിക്കുന്നത് 2 മുതൽ 3 വരെ സീറ്റുകളാണ് NDAക്ക് കൊടുക്കുന്നത്. LDFന് പിശുക്ക്, NDAക്ക് ഇഷ്ടം പോലെ. UDF 17 മുതൽ 18 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഇതേ സർവേയുടെ റിസൾട്ട് പറയുന്നത്. ടൈംസ് നൗവിന്റെ സർവേ LDFന് 4ഉം UDFന് 14-15 സീറ്റുകളും NDAക്ക് 1 സീറ്റുമാണ് പ്രവചിക്കുന്നത്. തൃശൂർ സീറ്റാണ് എടുത്തു കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. UDFന് 16 സീറ്റുകളും LDFന് 3 സീറ്റുകളും NDAക്ക് 1 സീറ്റും കൊടുത്തിട്ടുണ്ട്. TV9ന്റെ സർവേ ഫലം വരുമ്പോൾ UDFന് 15 മുതൽ 18 വരെ സീറ്റുകൾ നേടുമെന്നാണ് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളിന്റെ ഫലത്തിലും പറയുന്നത്. LDF 2 മുതൽ 5 സീറ്റുകൾ വരെ നേടുമെന്ന് ന്യൂസ് 18 പറയുന്നുണ്ട്. NDA പക്ഷേ 1 മുതൽ 3 വരെ സീറ്റുകൾ നേടുമെന്ന് ന്യൂസ് 18 പറയുന്നു. 1 മുതൽ എന്നാണ് ഇവർ പറയുന്നത്, 0 മുതൽ എന്നല്ല. ന്യൂസ് 18ലും അങ്ങനെ തന്നെയാണ് പ്രവചനം. തൃശൂർ, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ BJP ജയം നേടാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാ ചാനലുകളും ഇന്നലെ പറഞ്ഞത്. ഇന്ത്യ ടുഡേ സർവേയിലും അവർ അതുതന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണെന്ന് അവർ ഉറപ്പിച്ച് പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ഈ സർവേ മാത്രമല്ല, ഇന്നലെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളിലും തൃശ്ശൂര് എടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ ചാനലുകളുടെ ഓഫീസിൽ എത്തിയാൽ മതി. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര വിരിയുമെന്ന BJPയുടെ കണക്കുകൂട്ടലുകളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ വായിക്കുന്നത് 24ന്റെ വെബ്സൈറ്റിൽ അവർ അടിച്ചിട്ട സ്റ്റോറിയാണ് കേട്ടോ. ഇതിൽ പല സാധനങ്ങളും എന്റെ അല്ല, ഈ താമര വിരി എന്ന് പറയുന്നു കേട്ടോ. BJP മുന്നേറ്റത്തോടൊപ്പം LDF തകർന്നടിയുമെന്ന് എല്ലാ സർവേകളും പ്രവചിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നലെ വന്ന എക്സിറ്റ് പോളിനുണ്ടായിരുന്നു. കേരളത്തിൽ LDFന്റെ അക്കൗണ്ട് പൂട്ടും, BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും. എക്സിറ്റ് പോളുകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന് മേധാവിത്വമുണ്ട്. 33 മുതൽ 37 വരെ സീറ്റുകൾ DMK സഖ്യത്തിന് ലഭിക്കുമെന്ന് മിക്കവരും പ്രവചിക്കുന്നു. 2 മുതൽ 4 വരെ സീറ്റുകൾ NDAക്ക് കേരളത്തിൽ കൊടുത്ത പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18ന്റെ സർവേ പ്രകാരം തമിഴ്നാട്ടിൽ 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് അവർ പ്രവചിക്കുന്നുണ്ട്. 8 മുതൽ 11 വരെ സീറ്റ് കോൺഗ്രസിന്, 36-39 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിച്ച് അധികാരത്തിൽ വരില്ല, തമിഴ്നാട്ടിൽ ജയിക്കുന്നതാണ് പ്രവചനം. 2019 തെരഞ്ഞെടുപ്പിൽ 39 സീറ്റിൽ 38 സീറ്റിലും വിജയിച്ചത് DMK സഖ്യമായിരുന്നു. ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പ്രകാരം സംസ്ഥാനത്ത് തമിഴ്നാട്ടില് 26 മുതൽ 30 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും, 1 മുതൽ 3 വരെ സീറ്റുകൾ NDAക്കും, 6 മുതൽ 8 വരെ സീറ്റുകൾ മറ്റുള്ളവയ്ക്കും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണാവോ ഈ മറ്റുള്ളവർ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കർണാടകയിലെ എക്സിറ്റ് പോളുകളിലും ഭയങ്കരമായിട്ട് NDAയുടെ മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. കർണാടക, നമ്മുടെ DK ശിവകുമാറും സിദ്ധരാമയ്യ ഇരിക്കുന്ന കർണാടക. ഇന്ത്യ TVയുടെ പ്രവചനം അനുസരിച്ച് 4 മുതൽ 8 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമ്പോൾ 19 മുതൽ 25 വരെ സീറ്റുകളാണ് NDAക്ക് പ്രവചിക്കുന്നത്. മറ്റുള്ളവയ്ക്ക് 0 പറയുന്നത്. ജാൻ കി ബാത്ത് സർവേ അനുസരിച്ച്, എക്സിറ്റ് പോൾ അനുസരിച്ച് NDAക്ക് 21 മുതൽ 23 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. കോൺഗ്രസിന് 7 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. TV9ന്റെ എക്സിറ്റ് പോൾ പ്രകാരം കർണാടകയിൽ 20 എണ്ണമാണ് NDAക്കും, 8 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും നേടുമെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് 8 സീറ്റാണ് കർണാടകയിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് 18ന്റെ സർവേ പ്രകാരം 23 മുതൽ 26 വരെ സീറ്റുകൾ NDA നേടുന്നു, 3 മുതൽ 7 വരെ മാത്രം സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുന്നു എന്ന വിചിത്രമായ സർവേ ഫലവും വന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെയാണ് സർവേ ഫലമൊക്കെ വന്നിട്ടുള്ളത്.
ഈ ബാക്കിയുള്ള എല്ലാ സർവേ റിസൾട്ടും കൂടി റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റും ഒക്കെ വെബ്സൈറ്റിൽ അടിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വായിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് മുൻതൂക്കം പ്രവചിച്ച് NDTV പോൾ ഓഫ് പോൾസിന്റെ എക്സിറ്റ് പോൾ ഫലം വന്നു. 400 സീറ്റ് അവകാശപ്പെടുന്ന NDAക്ക് 358 സീറ്റ് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് വാരിക്കോരി ഗോദി മീഡിയ കൊടുത്തിരിക്കുന്നതാണ് പോൾ ഓഫ് പോൾസ് എക്സിറ്റ് പോള്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് 148 സീറ്റാണ് എക്സിറ്റ് പോള് പ്രവചിക്കുന്നത്. മറ്റു കക്ഷികൾ 37 സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് പോൾ ഓഫ് പോൾസിന്റെ പ്രവചനം. NDTVയെ കൂടാതെ വേറെയും പ്രധാനപ്പെട്ട 6 എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട്. അതൊക്കെയും NDAക്ക് മുൻതൂക്കം പ്രവചിക്കുന്നത് തന്നെയാണ്. റിപ്പബ്ലിക് ഭാരത് പിമാർക്ക് 359 സീറ്റ് NDAക്ക്. NDA 359 സീറ്റും ഇന്ത്യ സഖ്യം 154 സീറ്റും മറ്റുള്ളവർ 30 സീറ്റ് നേടുമെന്നാണ് റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് സർവേ പ്രവചിക്കുന്നത്. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പ്രവചിക്കുന്നത് 371 സീറ്റാണ്, ഒട്ടും കുറച്ചിട്ടില്ല. റിപ്പബ്ലിക് ഭാരത് മാട്രസ് പ്രവചിക്കുന്നത് 353, 368 സീറ്റ് NDAക്ക്. 353 മുതൽ 368 വരെ സീറ്റുകൾ എത്രമാത്രം വാരിക്കോരി കൊടുത്തിരിക്കണേന്ന് നോക്കൂ. ഇന്ത്യ സഖ്യം 118 സീറ്റ് മുതൽ 133 സീറ്റ് വരെയും മറ്റുള്ളവരെല്ലാരും കൂടി 43 മുതൽ 48 സീറ്റ് വരെയും നേടുമെന്ന് റിപ്പബ്ലിക് മാട്രിസ് പ്രവചനം നടത്തുന്നു. ദൈനിക് ഭാസ്കറിന്റെ പ്രവചനം 281, 350. ന്യൂസ് നാഷന്റെ പ്രവചനം 342, 378. ജൻ കി ബാത്തിന്റെ പ്രവചനം 362, 392. NDA 362 മുതൽ 392 വരെ സീറ്റ് നേടുമെന്നാണ് ജൻ കി ബാത്ത് പ്രവചിക്കുന്നത്. ഏകദേശം 400 എത്തി. ഇന്ത്യ സഖ്യം 141 മുതൽ 161 വരെ സീറ്റ് നേടുമെന്നും ജൻ കി ബാത്ത് പ്രവചിക്കുന്നുണ്ട്. NDA തന്നെ അധികാരത്തിലെത്തുമെന്ന് CNN പ്രവചിച്ചു. NDA 355 മുതൽ 370 സീറ്റുകൾ വരെ നേടി. BJPക്ക് അതിൽ 305 മുതൽ 315 വരെ സീറ്റുകൾ BJPക്ക് കിട്ടുമെന്നും ഇന്ത്യ സഖ്യം 125 മുതൽ 140 സീറ്റ്, കോൺഗ്രസിന് 62 മുതൽ 72 വരെ സീറ്റുകളും പ്രവചിച്ചു. മറ്റുള്ളവർക്ക് 42, 52 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് CNNന്റെ പ്രവചനം. NDA 353 മുതൽ 383 വരെ സീറ്റുകൾ നേടുമെന്നാണ് ABPയുടെ സർവേ പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം 152 മുതൽ 182 വരെ സീറ്റുകളും മറ്റുള്ളവരെല്ലാരും കൂടി ഒരു 4 മുതൽ 12 വരെ സീറ്റുകൾ നേടുമെന്നാണ് ABP ന്യൂസിന്റെ സർവേ വന്നിരിക്കുന്നത്. NDA വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് എല്ലാ സർവേക്കാരും മത്സരിച്ച് പ്രവചിക്കുകയാണ്. അതിൽ പലരും ഈ 400-നടുത്ത് എത്തുന്ന സീറ്റ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ന്യൂസ് എക്സിന്റെ എക്സിറ്റ് പോൾ ഫലവും അങ്ങനെ തന്നെയാണ്. 371 സീറ്റ് നേടി NDA അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ പ്രവചനം. BJPക്ക് മാത്രം 315 സീറ്റ് ലഭിക്കും. പലരും BJPക്ക് 300-ൽ കൂടുതൽ സീറ്റ് ഒറ്റയ്ക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 125 സീറ്റുകൾ, 60 സീറ്റാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത്. പലരും ഒരു 60 മുതൽ 75 വരെ സീറ്റാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത്. സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് മാറും ഇന്ത്യ മുന്നണിയിലെ എന്നൊക്കെ സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഉത്തരേന്ത്യ മൊത്തം BJP തൂത്തുവാരുമെന്നും ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പൊതുവായിട്ടൊരു സർവേ ഈ ഫലങ്ങളിലൊക്കെ കാണാം. നമ്മൾ വിചാരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷെ എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ഇവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള 3-4 സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടർ ചാനലും എല്ലാവരും കൂടെ കൊടുത്ത റിപ്പോർട്ടിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നലെ നടന്നൊരു എക്സിറ്റ് പോള്. നിങ്ങൾക്ക് ഈ റിസൾട്ടൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ ശരിയാവാൻ സാധ്യതയുണ്ടോ? നമുക്ക് 2 ദിവസത്തെ സമാധാനം മാത്രമേ കിട്ടുള്ളൂ. ജൂൺ 4-ന് റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ 350-നും 400-നും ഇടയ്ക്ക് സീറ്റ് നേടിയിട്ട് മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമോ? പാറയിൽ പോയി ധ്യാനമിരുന്നതിന് ഗുണമുണ്ടാകുമോ? നമ്മൾ വീണ്ടും 5 വർഷം കൂടെ നരകിച്ച് ജീവിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പദം പറഞ്ഞു കരയാനുമുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണെ, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ഇന്ന് വെള്ളിയാഴ്ച വല്ലതുമാണോ, ഇന്ന് ഫുള്ള് സുനിതയ്ക്ക് വെള്ളിയാണല്ലോ. എനിക്ക് സത്യത്തിൽ കുറച്ച് വെള്ളീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് കൃത്യമായി അറിയുന്ന വാക്കുകളും കൂടെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊക്കെ പറയും. എൻ്റെ പല വീഡിയോയിലും ഞാൻ പല വാക്കുകളും തിരിച്ചും മറിച്ചും പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ചില ആളുകളൊക്കെ കമന്റ് ഇടും, അപ്പം ഞാൻ വായിച്ച് ചിരിക്കാറുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ എന്തൊക്കെയോ കുറേ വെള്ളി പറഞ്ഞിട്ടുണ്ട്. കുറേ വെള്ളികൾ കേട്ടാൽ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് വിചാരിച്ച് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എക്സിറ്റ് പോൾ അവസാനിപ്പിക്കുന്നു.